നമസ്കാരം. +2 പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ +2 പഠിക്കാൻ കഴിയാതെ അതിന് പകരമായിട്ട് ITIയിലോ പോളിടെക്നിക്കിലോ ഒക്കെ പോയ ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇനി ഡിഗ്രി പഠിക്കാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരു സന്തോഷ വാർത്തയുമായാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. കേരളത്തിൽ ഡിഗ്രിക്ക് ചേരാൻ ഇനി +2 നിർബന്ധമല്ല. നിങ്ങൾ എത്ര പേർ ഈ വാർത്ത അറിഞ്ഞു? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് ഈ പുതിയ മാറ്റം. ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. 2026 ഓഗസ്റ്റ് 1 കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചരിത്രപരമായ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. പുതിയ നയമനുസരിച്ച് സംസ്ഥാനത്തെ സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ബിരുദ പ്രവേശനം നേടാൻ +2 പാസ്സാകണമെന്നില്ല. പകരം ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്ക് 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് നേരിട്ട് അവർക്ക് പ്രവേശനം ലഭിക്കുകയാണ്. ദേശീയ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് അടിസ്ഥാനമാക്കിയുള്ള ഈ പുതിയ നിയമം 2027-28 അധ്യയന വർഷം മുതലാണ് സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും നടപ്പിലാകാൻ പോകുന്നത്. ഈ നിയമം പ്രധാനമായും 2 വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് വലിയ ഗുണം ചെയ്യുന്നത്. ഒന്ന്, ITI വിദ്യാർത്ഥികൾ. 10ാം ക്ലാസ്സിന് ശേഷം ITI പാസ്സായ ഒരു വിദ്യാർത്ഥിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് +2 ഇല്ലാതെ തന്നെ ബിരുദ കോഴ്സുകളുടെ 1ാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതാണ്. ഇനി പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞാൽ 10ാം ക്ലാസ്സിന് ശേഷം 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും അതുപോലെ 12ാം ക്ലാസ്സിന് ശേഷം 2 വർഷത്തെ ഡിപ്ലോമ നേടിയവർക്കും 1 വർഷം നഷ്ടപ്പെടാതെ തന്നെ ബിരുദ കോഴ്സിന്റെ 2ാം വർഷത്തിലേക്ക്, അതായത് 3ാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് അഡ്മിഷൻ നേടാൻ കഴിയും. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ സംശയം ഞാൻ അങ്ങോട്ട് പറയാം. ഇങ്ങനെ പഠിക്കുന്ന ഡിഗ്രി വെച്ച് PSC പരീക്ഷ പോലുള്ള പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റുമോ എന്നാണ്. അഥവാ അങ്ങനെ എഴുതി ജോലി കിട്ടുമോ? സംശയം വേണ്ട. ഈ രീതിയിൽ നേടുന്ന ഡിഗ്രികൾക്കും പൂർണ്ണ നിയമ സാധുതയുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC പരീക്ഷകൾ എഴുതാനും ഭാവിയിൽ B.Ed, LLB തുടങ്ങിയ തുടർ പഠനങ്ങൾ നടത്താനും ഈ ഡിഗ്രി ഒരു അടിസ്ഥാന യോഗ്യതയായി പരിഗണിക്കും. തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസവും സാധാരണ ഉന്നത വിദ്യാഭ്യാസവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി കാണുന്നത്. ITIയും ഡിപ്ലോമയും പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച പ്രാക്ടിക്കൽ നൈപുണ്യം അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതിനൊപ്പം ഒരു ഡിഗ്രി കൂടിയാവുമ്പോൾ നിങ്ങളുടെ കരിയർ ഗ്രാഫ് വളരെ വേഗം ഉയരും. ജോലി കിട്ടാനും പ്രൊമോഷൻ ലഭിക്കാനും ഇത് നിങ്ങളെ ഏറെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഒരു പുത്തൻ പ്രതീക്ഷയാണ് സർക്കാരിന്റെ ഈ പുതിയ ഉത്തരവ്. അതുകൊണ്ട് ഈ നിർണായക വിവരം ഡിപ്ലോമ, ITI പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉറപ്പായും ഷെയർ ചെയ്തു കൊടുക്കണം. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും അതുവരെ ഞങ്ങളുടെ നന്ദി, നമസ്കാരം.